ഈ അറിവില്ലായ്മയിൽ സംഭവിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. പരിചയം കൊണ്ട് ശീലം കൊണ്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന പദം പോലും അഗ്രസീവാണ്, സെഗ്മെൻ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ പുതിയ കാലത്തിൻ്റെ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ഇൻക്ലൂസീവ്നെസ്സാണ്. എന്തുമാത്രം ജെൻഡർ ബുദ്ധിമുട്ടുണ്ടായ ഒരു സമൂഹം നമ്മുടേത്. ഇപ്പോഴും നമ്മൾ പറയുന്നു പെൺകുട്ടികൾക്ക് നമ്മൾ പരിഗണന കൊടുക്കുന്നാണ് പറയുന്നത്. പെൺകുട്ടികൾക്ക് പരിഗണന കൊടുക്കാനായിട്ട് നിങ്ങൾ ആരാ ഏൽപ്പിച്ചത്? ഏറ്റവും സൗമ്യനായ ഏറ്റവും നന്മ നിറഞ്ഞൊരു പുരുഷൻ പോലും പറയുന്നത് ഇങ്ങനെയാണ്, എൻ്റെ ഭാര്യയ്ക്ക് ഞാൻ സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ട്. ഇയാളാരാണോ സ്വാതന്ത്ര്യം കൊടുക്കാനായിട്ട്? അത് നമ്മുടെ തലയിൽ വരത്തില്ല. കാരണം നമ്മുടെ ഈ ഒരു ഘടനയ്ക്കകത്ത് അത്രയും പാട്രിയാർക്കൽ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു ധാരയുണ്ട്. ഈ പറയുമ്പോൾ പോലും നിങ്ങൾക്ക് പിടുത്തം കിട്ടുന്നില്ല. അതിനിപ്പോൾ എന്താ കുഴപ്പം? അയാളല്ലേ കൊടുക്കേണ്ടത്? ഭയങ്കരമായ ശുദ്ധീകരണം ആവശ്യമുള്ള ഒത്തിരി തലങ്ങളുണ്ട്. അതിനൊക്കെ ഇങ്ങനെ അറിവല്ലാതെ വേറെ കഥയില്ല. ബാപ്റ്റിസ്റ്റിന് ലോകത്തെല്ലായിടത്തും ഇങ്ങനെ ഓരോ പേരുണ്ടാവും. പക്ഷെ ദൈവാനുഗ്രഹത്താൽ ഈ ദേശത്തുണ്ടായ വാക്ക് കണക്ക് നല്ലൊരു വാക്ക് വേറെ എവിടെയും ഉണ്ടാവില്ല. എന്താണ് ആ വാക്ക്? ജ്ഞാനസ്നാനം. അറിവിൽ സംഭവിക്കുന്ന കുളി. എല്ലാ മാലിന്യങ്ങളും കാലാകാലങ്ങളായിട്ട് ഇങ്ങനെ കുമിഞ്ഞു കൂടിയിരിക്കുന്ന എല്ലാ അഴുക്കും അതിനകത്ത് അലിഞ്ഞു പോകണം.